മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് തുറക്കില്ല. നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്നാണ് തീരുമാനം. നിലവിൽ 138.55 അടിയാണ് ജലനിരപ്പ്. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി ചേരുന്നു. പ്രിൻസ്, ജലനിരപ്പ് താഴ്ന്നു, അത് ആശ്വാസമാണ്, അതുകൊണ്ട് തന്നെ തുറക്കില്ല എന്നതാണ് പറയുന്നത്. മഴ ആ ഇടങ്ങളിലൊക്കെ കുറയുന്നത് കൊണ്ടാണ് ജലനിരപ്പ് താഴ്ന്നത്. എന്താണ് ഇനി സാഹചര്യം വിലയിരുത്തിയായിരിക്കുമോ തുറക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക? തീർച്ചയായും ആശ്വാസകരമായ ഒരു വാർത്തയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലുള്ള നീരൊഴുക്ക് കാര്യമായ തോതിൽ തന്നെ കുറഞ്ഞിരിക്കുന്നു. നിലവിൽ 138.60 അടിയാണ് അണക്കെട്ടിലെ ജലനിരപ്പെങ്കിലും അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവിൽ വലിയ തോതിലൊരു കുറവുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ 12,200 ക്യൂസെക്സോളം വെള്ളം സെക്കൻഡിൽ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു, വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു. ഏകദേശം 2,600 ക്യൂസെക്സോളം വെള്ളം മാത്രമാണ് അണക്കെട്ടിലേക്ക് ഇപ്പോൾ നിലവിൽ ഒഴുകിയെത്തുന്നത്. അതായത് 10,000 ക്യൂസെക്സോളം ഇന്നത്തെ അപേക്ഷിച്ച് വെള്ളത്തിൽ കുറവുണ്ട്, ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവിൽ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഇനി ജലനിരപ്പ് ഉയരാൻ സാധ്യത വളരെ കുറവാണ്. വരും മണിക്കൂറുകളിലൊക്കെ അതിശക്തമായ ഒരു മഴ പെയ്തെങ്കിൽ മാത്രമേ വലിയ തോതിൽ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളൂ. എന്തായാലും അതിർത്തി പ്രദേശങ്ങളിലും പ്രത്യേകിച്ചും പെരിയാർ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലുമൊക്കെ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലും തെളിഞ്ഞ കാലാവസ്ഥയാണ്. മഴ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ നീരൊഴുക്ക് ഇനി വരും മണിക്കൂറുകൾ വർദ്ധിക്കത്തില്ല. വലിയ തോതിൽ ഒരു മഴ പെയ്തെങ്കിൽ മാത്രമേ വലിയ തോതിൽ ഇനി നീരൊഴുക്ക് വർദ്ധിക്കുകയും അണക്കെട്ട് തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും തമിഴ്നാട് നിലവിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വെള്ളത്തിന്റെ അളവിലും ചെറിയ തോതിൽ കുറവുണ്ട്. മുൻപ് 1,867 ക്യൂസെക്സ് വെള്ളം വരെ ടണൽ മാർഗം കൊണ്ടുപോകുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ നിലവിൽ ശരാശരി 250 ക്യൂസെക്സോളം വെള്ളം മാത്രമാണ് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ തമിഴ്നാട്ടിൽ പെയ്ത വലിയ മഴയും ഒക്കെ ഇതിനും ഒരു കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുല്ലപ്പെരിയാറിൽ നമ്മൾ കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവിൽ നേരിയ തോതിൽ ഒരു കുറവ് വരുത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് മഴ മാറുന്നതും വലിയ തോതിൽ വൃഷ്ടിപ്രദേശങ്ങൾ മഴ പെയ്യാത്തതും വലിയ തോതിൽ ആശ്വാസകരമാണ്. ഈ മഴ മുന്നറിയിപ്പ് 7 ദിവസമൊക്കെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത എന്ന നിലയിലായിരുന്നു. പുതിയതായിട്ട് വരുന്ന അപ്ഡേറ്റ്സ് എന്താണ്? മഴ മുന്നറിയിപ്പ് എങ്ങനെയാണ്? ഇനി ഉള്ള മണിക്കൂറുകളിൽ ശക്തമായ മഴ പെയ്താൽ ഡാം തുറക്കേണ്ടുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാകുമല്ലോ. അപ്പോൾ രാത്രി എങ്ങാനും അതിൻ്റെയൊക്കെ സാധ്യതകളുണ്ടോ? എങ്ങനെയാണ് കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നത്? തീർച്ചയായും വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരും മണിക്കൂറുകൾ മഴ പെയ്താൽ ഡാം തുറക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും. ഒപ്പം ഇടുക്കിയിലെ മറ്റു അണക്കെട്ടുകളും ഈ ഒരു സാഹചര്യത്തിലേക്കാണ്. ചെറുകിട അണക്കെട്ടുകളായ കുണ്ടളയും ഇരട്ടയാറും ഒക്കെ ഇപ്പോൾ റെഡ് അലേർട്ടിലാണ്. അതേ സാഹചര്യമാണ് മുല്ലപ്പെരിയാറിലും നിലനിൽക്കുന്നത്. 142 അടിയാണ് പരമാവധി അനുവദനീയമായ സംരക്ഷണ ശേഷി. അതിലേക്ക് ഒരു നിലനിൽപ്പിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് 132.60 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയിരിക്കുന്നു. എന്തായാലും നിലവിൽ ഒഴുകിയെത്തുന്ന വെള്ളത്തിന് അനുമതിയും വെള്ളം പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ല. അതായത് ടണൽ മാർഗം അത്രയും വെള്ളം ഒഴുകിയെത്തുന്ന അത്രയും വെള്ളം പുറത്തേക്ക് ഒഴുകുന്നില്ല. കാരണം 2,600 ക്യൂസെക്സോളം വെള്ളം നിലവിൽ ഒഴുകിയെത്തുന്നുണ്ട്. എന്നാൽ 250 മുതൽ 1,267 ക്യൂസെക്സ് വെള്ളം വരെ മാത്രമാണ് ടണൽ മാർഗം തമിഴ്നാട് കൊണ്ടുപോകുന്നത്. ആ ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിൽ ഒരു ഭേദപ്പെട്ട രീതിയിൽ മഴ പെയ്തെങ്കിൽ പോലും ജലനിരപ്പ് വീണ്ടും ഉയരാനൊരു സാഹചര്യവും അണക്കെട്ട് തുറക്കേണ്ട സ്ഥിതിയിലേക്ക് വരും. എന്തായാലും രാത്രി കാലങ്ങളിലൊക്കെ അണക്കെട്ട് തുറക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ മുൻവർഷങ്ങളിലൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനുസരിച്ചുള്ള തീരുമാനമായിരിക്കും തമിഴ്നാട് എടുക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്നലെ തന്നെ മുന്നറിയിപ്പ് വളരെ മുൻകൂട്ടി തന്നെ തമിഴ്നാട് നൽകിയിരുന്നു. ഇന്ന് രാവിലെ തുറക്കുമെന്നുള്ള മുന്നറിയിപ്പുകൾ ഇന്നലെ തന്നെ നൽകിയിരുന്നു. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്താനും സാധിച്ചു. ഒപ്പം ജില്ലാ ഭരണകൂടം കൃത്യമായ നിർദ്ദേശങ്ങളും തീരമേഖലകളിലൊക്കെ താമസിക്കുന്നവർക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അണക്കെട്ട് തുറന്നാൽ സിവിൽ ഷട്ടറുകൾ ഉയർത്തിയാൽ ആദ്യം വെള്ളമെത്തുന്ന വണ്ടിപ്പെരിയാർ വള്ളക്കടൽ മേഖലകളിലെ ആളുകൾക്കൊക്കെ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ തോതിൽ തുറന്നെങ്കിൽ തന്നെയും വലിയ തോതിൽ വെള്ളം പുറത്തേക്ക് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത്. 10,000 ക്യൂസെക്സ് വെള്ളമാണെങ്കിൽ പോലും അത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഈ അളവിലേക്ക് എത്തിക്കുക എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. ശരി, എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യങ്ങളൊന്നുമില്ല. ജലനിരപ്പ് താഴുകയാണ്. മഴ വരും മണിക്കൂറുകളിൽ എങ്ങനെയാകും എന്നതനുസരിച്ചായിരിക്കും തുടർന്നുള്ള തീരുമാനങ്ങൾ. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്.